സ്വാതന്ത്ര്യമല്ലേ? അതെ, റിപ്പബ്ലിക് ഡേ അല്ലേ? അയ്യോ, നമ്മൾ ഇന്ത്യയിലെ ഓരോ റിപ്പബ്ലിക് ഡേ. അയ്യോ, ഒരു മിനിറ്റ്. റിപ്പബ്ലിക് ഡേ. അപ്പൊ രേണുസുതി നമ്മുടെ റിപ്പബ്ലിക് ഡേയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി കേൾക്കാം. കാരണം എല്ലാം ഒരു ഹാസ്യ രൂപേണാണ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊടപിടിക്കും എന്ന് പറയുന്ന പോലെയാണ് പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല. അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഹാസ്യ രൂപേണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തായാലും ബാക്കി കൂടി നമുക്ക് കേൾക്കാം. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ അല്ല, അങ്ങനെ പറയാം. വന്ദേ ഭാരതോ, മാതരോന്നും പറയാം, ഭാരതോന്നും പറയാം. എന്തോ വന്ദേ ഭാരത്, അതെ, എന്നാലും പറയാം. ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അല്ലേ? അങ്ങനെ നമ്മളെ ഈ ഒരു രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു മൂല്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു ജനുവരി 26 എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന്റെ മൂല്യം എന്താണ്? നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായി ഒരു പരമോന്നത രാജ്യമായി മാറിയതിന്റെ ഒരു ഓർമ്മയാണ് ഈ ഒരു ജനുവരി 26 എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ അത്രയും ആഘോഷിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാം. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, വന്ദേ മാതരം പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കും, അനങ്ങാൻ പോലും പാടില്ല എന്നുള്ള രീതിയിൽ അത്രയും നമ്മൾ ആ ഒരു ഗാനത്തിന് തന്നെ ഭയങ്കര മൂല്യം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടും അതിനെ തെറ്റിച്ചിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ ആവർത്തിക്കുകയാണ്. കിടന്ന് ഉരുളുന്നെന്ന് പറയുന്ന കേട്ടില്ലേ? അതാണ് ഈ ഒരു രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അവിടെ കിടന്ന് ഉരുളുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഒരാൾ തെറ്റ് നമ്മൾ പറഞ്ഞത്, നമുക്ക് തെറ്റ് സംഭവിക്കാം, പലയിടത്തും നമുക്ക് തെറ്റ് സംഭവിക്കാം. പക്ഷെ നമ്മൾക്ക് ഒരാൾ തെറ്റ് സംഭവിച്ച് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയക്കാരൻ പറഞ്ഞു കൊടുക്കേണ്ട രേണു വന്ദേ മാതരം എന്നാണ്, വന്ദേ ഭാരതം എന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്നാണ് ആള് പറയുന്നത്. എന്തൊക്കെയാണ് വിളിച്ച് കൂട്ടുന്നതെന്ന് അറിയത്തില്ല. ഇതിനൊക്കെ ഇങ്ങനെ പറയാവൂ? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലെത്തിയാല് പണി മേടിച്ച് കൂട്ടും, അതേ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് എല്ലാം നമ്മൾ ഹാസ്യ രൂപേണ എടുക്കാൻ പാടില്ല. നമ്മുടെ ഭാരതത്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ടാണ് ഒരു പരിഹാസപൂർണമായിട്ടുള്ള ഈ ഒരു പരിഹസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ശിക്ഷയാണ് കൊടുക്കുന്നത് അറിയാം? 3 വർഷം തടവ് വരെ കൊടുക്കാം, ജയിൽ ശിക്ഷ വരെ കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനിടയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്തും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറയാമെന്നും പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, എനിക്ക് അതേ അറിയത്തുള്ളൂ, അങ്ങനെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവസാനം പണി വരുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കത്തുള്ളൂ. ഈ കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല. സ്വയമേ ഇങ്ങനെ ഞാൻ സെലിബ്രിറ്റിയാണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക രേണുസുതി. കാരണം എന്താ വെച്ചാല് ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹാസ്യ രൂപേണ പറയുന്നുണ്ടെങ്കിൽ അത് അകത്ത് പോയി കിടക്കും. അവസാനം ഈ കൂടെ നിൽക്കുന്ന ഒരാളും കാണത്തില്ല. ഈ കൂട്ടുകാരികളെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന മറ്റേ മാനേജർമാരൊന്നും കാണത്തില്ല. ഒറ്റയ്ക്ക് തന്നെ പോവേണ്ടി വരും. എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ നോക്കി പോവേണ്ടി വരും. അപ്പം അകത്ത് കിടക്കേണ്ടത് ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരാൾ തെറ്റ് തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ശരി, സോറി, എനിക്ക് അത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും. ഇപ്പൊ എനിക്കിപ്പോ ഒരു തെറ്റ് പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തെറ്റാണെങ്കിൽ സോറി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഞാൻ പറയും. അത് നമ്മുടെ മാന്യത. അതല്ല ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെ പറയാം എന്ന് പറഞ്ഞാല് അത് വേറൊരു രീതിയിൽ പോവും. നമ്മൾ ചുമ്മാ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളമ്പരുത്. അതൊക്കെ വേറെ വേറെ രീതിയിൽ പോകുന്ന പണികളാണ്. അതാദ്യം മനസ്സിലാക്കി കുറച്ചെങ്കിലും വായിന്ന് വരുന്ന വാക്കുകൾ കുറച്ചാൽ അത്രയും നല്ലതായിരിക്കും.